ഒരു കാലത്തൊരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഓപ്ഷനുള്ളൂ. ഒന്നീ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്. ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം എഞ്ചിനീയറിംഗ് കോളേജുകളൊന്നും കാണുന്നില്ല, അടച്ചുപൂട്ടുന്നതായിട്ടൊക്കെ കേൾക്കുന്നു. എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു, മാഞ്ഞാലി കോളേജ് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. SNGIST അല്ലേ, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് 2003 ഗുരുദേവ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ സംരംഭം ആരംഭിച്ച കോളേജാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. 2014 4 കോടി വായ്പ എടുത്തു, അടയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ 19 കോടി രൂപയായി പലിശയടക്കം. അപ്പോൾ അടയ്ക്കാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ VP എസ് പ്രസാദ് എന്ന് പറഞ്ഞ ചെയർമാനുണ്ട്. പുള്ളി പറയുന്നത് ഇന്നലെ പ്രശ്നമുണ്ടായി, ജപ്തി നോട്ടീസ് വന്നു, കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ എല്ലാം വല്ലാതെ ഭയന്നു, സമരമായി. അവസാനം പോലീസ് വന്നു, ഗേറ്റ് അടച്ചു. അവസാനം എവിടെ നിന്നൊക്കെയോ സ്വരുക്കൂട്ടി 1 കോടി രൂപ കൊണ്ടടച്ചു. 1 കോടി രൂപ അടച്ചപ്പോൾ ബാങ്ക് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി അടയ്ക്കേണ്ടത് 18 കോടി രൂപയാണ്. അതിന് സമയം തരാം, ജനുവരി 31 എന്ന് പറഞ്ഞാൽ 2 മാസം കിട്ടി അല്ലേ. കഷ്ടിച്ച് 2 മാസവും ഏതാനും ദിവസങ്ങൾ. ഇന്നിപ്പോൾ 21. അപ്പോൾ 2 മാസം കൊണ്ട് 18 കോടി രൂപ അടച്ച് SNGISTനെ നിലനിർത്താൻ പറ്റില്ല. ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ബാങ്ക് തയ്യാറാവില്ല. ചെയ്യുമായിരിക്കും, എന്നാൽ പോലും 18 കോടി ഉണ്ടല്ലോ, ഒരു 10-15 കോടിയെങ്കിലും അടയ്ക്കാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. കോളേജിൻ്റെ ചെയർമാൻ പറയുന്നത് നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിൽക്കാൻ പോവാണ്. വിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി വന്ന് ഇത് ഏറ്റെടുക്കുമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലൊരു പ്രശ്നമാണ്. സിനു പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കുന്നു, എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ മെഡിസിന് പോവുക, ഇത് രണ്ടുമായിരുന്നു ഒരു കാലത്ത് വലിയ അംബിഷൻ. അതെ, എഞ്ചിനീയർ ഡോക്ടറും എഞ്ചിനീയറും അല്ലേ. അതെ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വല്ലാതെ മാർക്കറ്റ് കുറയാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഡിമാൻഡിനേക്കാൾ കൂടുതൽ കോളേജുകൾ വന്നു. B.Ed കോളേജുകളുടെ അവസ്ഥ അറിയാമല്ലോ. B.Edന് ഇപ്പോൾ ആരുമില്ല, പോകാനില്ല, B.Edകാർക്ക് ജോലിയില്ല. B.Ed പഠിച്ചാൽ അപ്പോൾ ജോലി എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ B.Ed കോളേജ് തുടങ്ങി. അത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണ്. എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് നോക്കാതെ ആവശ്യത്തിലേറെ തുടങ്ങും. ഈ +2 സ്കൂളുകളിൽ സീറ്റില്ല എന്ന് പറഞ്ഞ് ബഹളമായിട്ട് അവസാനം കുറേ സീറ്റുകൾ, കുറേ അഡീഷണൽ ഡിവിഷനുകൾ അനുവദിക്കും. കുറച്ച് കഴിയുമ്പോൾ കുറേ സ്കൂളുകളിൽ സ്ട്രെങ്ത് ഇല്ലാണ്ട് വരും. അപ്പോൾ നമ്മുടെ പല കോളേജുകളിലും ആവശ്യത്തിന് വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല. അത് എല്ലാ കോളേജുകളും ഉണ്ട്, ഡിഗ്രി ലെവലിലൊക്കെ ഉണ്ട്. കാരണം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൻ്റെ പ്രശ്നം കൂടി, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് വരുന്ന ആളുകൾക്ക്, എൻ്റെ വീട്ടിൽ, ഞാൻ കള്ളം പറയല്ല, എൻ്റെ വീട്ടിൽ പെയിൻറ്റിങ്ങിന് വന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. തടിയുടെ പെയിൻറ്റിങ്, മൊത്തം പെയിൻറ്റിങ്, പുള്ളി തടി ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഈ പശ്ചിമ കൊച്ചിയിലുള്ളതാണ്. പരിചയപ്പെട്ടപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, പെയിൻറ്ററായിട്ട് വരുന്നു. എന്തൊരവസ്ഥയാണ്, സത്യമാണ്. കാരണം നമ്മൾ ആ വിദ്യാഭ്യാസത്തെ കളിയാക്കാനോ എഞ്ചിനീയറിംഗ് ബിരുദത്തെ അപഹസിക്കാനോ ഇല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. എഞ്ചിനീയർമാരെ ഇന്ന് അവർക്ക് ജോലിയില്ല, ഉണ്ടെങ്കിൽ തന്നെ നാമമാത്രമായ ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് വന്നിരിക്കുന്നു. അത്രമാത്രം കോഴ്സുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മാഞ്ഞാലി കോളേജിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അതിൻ്റെ PG ഉണ്ട്, അതുകൂടാതെ അവിടെ പോളിടെക്നിക്കും ഉണ്ട്. അവിടെ MG സർവകലാശാലയുടെയും KTU കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓരോ വർഷവും കേരളത്തിൽ മുമ്പൊക്കെ നമുക്കറിയാം, കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ്, ഇതൊക്കെ നമ്മൾ എണ്ണി ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ കാണാപ്പടം പഠിച്ചിട്ടുള്ള കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം, തീർന്നു മെഡിക്കൽ കോളേജ്, ഇത്രയും മെഡിക്കൽ കോളേജ്. ഇപ്പോഴോ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റും? എനിക്കറിയില്ല എത്രയുണ്ടെന്ന്. എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോന്നിനും ലിസ്റ്റ് എടുത്ത് നോക്കണം. കാരണം എല്ലാ ജില്ലകളിലും ഒന്നിലേറെ ഉണ്ട്. ഈ സ്വാശ്രയ നയം ആൻ്റണിയുടെ കാലത്ത് 50-50 ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാമല്ലോ. TMI കേസൊക്കെ വന്നു, കുറേ കാലം ഇങ്ങനെ ഉരുട്ടി നടന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കോളമായി നാശമായി. ഈ സ്വാശ്രയ വിദ്യാഭ്യാസം വന്നതിന് ശേഷം, സ്വാശ്രയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കൊള്ള തന്നെയായിരുന്നു. അതിൻ്റെ സീറ്റ്, അതിൻ്റെ ഫീസ്, എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്ത് പോകുന്നു. എന്തിനാ പോകുന്നത്? ഇവിടെ മെഡിസിൻ, എഞ്ചിനീയറിംഗും മെഡിസിനും അങ്ങനെയൊക്കെ വന്ന് ഇതാകെ നാശമായി. ആളുകൾക്ക്, മാതാപിതാക്കൾക്ക് മക്കൾ ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നുള്ള മാത്രമാണ്. ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഡോക്ടർമാരുടെ ഇത് സംഭവിക്കാൻ പോകുന്നത്, ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും ചൈനയിലും ഉക്രൈനിൽ ഇപ്പോൾ പോകുന്നില്ല. ഈ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള കോളേജുകൾക്ക് പുറമെ ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തിരിച്ചു വരിക. അപ്പോൾ ഈ നമുക്ക് ആളുകൾക്ക് ശരാശരി ഒരാൾക്ക് എത്ര ഡോക്ടർമാർ, ശരാശരി ഒരാൾക്ക് എത്ര എഞ്ചിനീയർമാർ എന്നൊക്കെ ഒരു കണക്കുണ്ട്. ഇത്തരം കണക്കുകളൊന്നും നമ്മുടെ നാട്ടിലില്ല. നോക്കൂ, എത്ര പ്രതീക്ഷയോടെ ഒരു കാലത്ത് ഏറ്റവും തൊഴിലുറപ്പുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു B.Ed പഠിച്ച ജോലിയായിരുന്നു. ഇപ്പോൾ B.Ed കോളേജിൽ നിന്ന് വരുന്ന ആളുകളെ
അവർക്ക് ട്യൂഷൻ പഠിപ്പിക്കുക, ബി എഡ് എടുത്തിട്ട് വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റിസൾട്ട് നേരത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അത് നിർത്തി. കാരണം പരമാവധി ഇത് സുതാര്യമായിട്ട് പോകണ്ട. ഇപ്പം അത്യാവശ്യം ലിബറലായിട്ട് മാർക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമുണ്ട്. ഇപ്പം നമ്മൾ സ്കൂൾ മുതൽ നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ, 10ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ അല്ലേ? അതെ, അങ്ങനെയായിരുന്നു. അത് ഇപ്പോഴാണ്, ഈ വർഷമാണ് നിർത്താൻ ആലോചിച്ചത്. ഓൾ പ്രൊമോഷൻ കൊടുത്തു വരുന്ന കുട്ടികൾക്ക് മലയാളം എഴുതാൻ അറിയാൻ പറ്റില്ല. നമ്മൾ കാണുന്നില്ലേ നിത്യവും അക്ഷരം എഴുതാൻ അറിയില്ല. 10, 25, 26 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് പോലും അക്ഷരം എഴുതാൻ അറിയില്ല. ഇപ്പോൾ ഓൾ പ്രൊമോഷൻ കൊടുത്ത് പോവുകയാണ് നമ്മളിപ്പോൾ കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ക്വാളിറ്റി വല്ലാതെ മോശമാകുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി വളരെ മോശമാകുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായി വരുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ ടീച്ചിങ് സ്കിൽ ആരെങ്കിലും അസസ് ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് കോളേജുകളിൽ പഠിപ്പിക്കാൻ വരുന്നവരെ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു എന്താ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയെങ്കിലും വരുന്നവരല്ലേ? അതെ. പക്ഷേ അതിൻ്റെ ഒരു വലിയ മാറ്റം വന്നത് കേരള വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം, ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോഴൊരു മാറ്റം. നിയമനങ്ങൾക്ക് ഒന്ന് മതം, ജാതി ഇത് നോക്കുന്നു അല്ലേ? മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മതം നോക്കും, ജാതി നോക്കും, പിന്നെ തുട്ട് നോക്കും, പൈസ. അപ്പോൾ ചിലപ്പം ഫസ്റ്റ് റാങ്കുകാരന് കൊടുക്കാൻ നിയമനത്തിന് പൈസ ഇല്ലെങ്കിൽ 25ാം റാങ്ക് കിട്ടിയവൻ്റെ നിന്ന് 25 ലക്ഷം രൂപ മേടിച്ചിട്ട് നമ്മൾ ടീച്ചറായിട്ട് അധ്യാപകനായിട്ട് നിയമിക്കും. ക്വാളിറ്റിയെ വല്ലാതെ ബാധിച്ചു. അവർക്ക് സാമൂഹ്യ ബോധമില്ല. മാത്രമല്ല ഈ പണം കൊടുത്ത് ജോലി മേടിക്കുന്ന ആളുകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഡെഡിക്കേഷൻ. ഞാൻ കാശ് കൊടുത്തു, എനിക്ക് കാശ് തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി പണിയെടുക്കുന്നു അല്ലേ? അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ നിലവാരം വല്ലാതെ തകർന്നുപോയി. ഇതിൻ്റെയൊക്കെ ഒരു ദുരന്തം അനുഭവിച്ചിട്ടാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ. നമുക്ക് കേരളത്തിൽ പഠിക്കുന്നതിൻ്റെ എത്ര % കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയി തമിഴ്നാട്ടിലും ബാംഗ്ലൂരും പഠിക്കുന്നുണ്ട്? ഇഷ്ടം പോലെ. നമ്മൾ ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ഒന്ന് പോയി നിൽക്കുക. എറണാകുളം എന്ന് മാത്രം, ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാൻഡ് പറഞ്ഞാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ മറ്റ് ബസ് സ്റ്റേഷനുകളിലോ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലൊന്ന് പോയി നിൽക്കുമോ? ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. അതെ, ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് അവർ വീട് വിട്ട് അന്യസ്ഥലത്ത് പോയി PGയിലൊക്കെ താമസിച്ച് പേയിങ് ഗസ്റ്റുകളായി താമസിച്ച് നമ്മുടെ വായ്ക്ക് രുചിയില്ലാത്ത ഭക്ഷണവും കഴിച്ച് വലിയ ഫീസും കൊടുത്ത് അവിടെ പോയി പഠിക്കുന്നതിലാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഇല്ലാണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ വലിയ പ്രതീക്ഷയോടെ ഗുരുദേവ ട്രസ്റ്റ് തുടങ്ങിയ ഒരു സ്ഥാപനം 2003, ഇപ്പോൾ 2024, 21 വർഷം, 2 പതിറ്റാണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പണി തീർന്നു. ഇനി ഒരുപക്ഷെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വിജയകരമായി നടത്താൻ പറ്റില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ പല എഞ്ചിനീയറിംഗ് കോളേജുകളും ഇപ്പോൾ നടത്താൻ പറ്റാതെ അടച്ചുപൂട്ടുകയാണ്. അത് ചിലപ്പോൾ ഹോട്ടലായിട്ട് മാറും, ആശുപത്രിയായിട്ട് മാറും, ഓഡിറ്റോറിയങ്ങളായിട്ട് മാറുന്നു. എന്താ അവസ്ഥയാണ് നമ്മൾ എല്ലാ പണ്ടൊക്കെ. കാലത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ പൊളിച്ചെഴുതാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് തുറന്നു കാട്ടപ്പെടുന്നില്ല. അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദീർഘവീക്ഷണവും ഇല്ല. ഒരു ദീർഘവീക്ഷണം വീക്ഷണം പോലും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മലയാള പാഠപുസ്തകങ്ങളിൽ അക്ഷരമാലയില്ലായിരുന്നു. അതെ, ആലോചിച്ച് നോക്കി, അക്ഷരമാലയില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എല്ലാ മലയാള പുസ്തകത്തിൻ്റെയും ഇടതുവശത്തെ പേജിൽ അക്ഷരമാലയുണ്ട്. അക്ഷരമാല വേണ്ട എന്ന് വെച്ചു, മലയാളം പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞാനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10, 25 വയസ്സായ ചെറുപ്പക്കാർക്ക് പോലും മലയാള അക്ഷരം അറിയില്ല എന്ന്. കളരി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ കളരി പഠിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു ആശാട്ടി എന്നെ പഠിപ്പിച്ചു. ആശാട്ടിയുടെ പേര് സാറാമ്മ എന്നാണ്. സാറാമ്മ എന്ന് പറഞ്ഞ ആശാട്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ ആശാട്ടി നാരായം ഉണ്ടല്ലോ, ഞാൻ ഓലയിൽ ഇങ്ങനെ കുത്തി എഴുതി ഓല. ഞാൻ ഒരു തനി നാട്ടിൻപുറത്ത്, ഇപ്പോഴും എൻ്റെ നാട്ടിൻപുറത്ത് എല്ലാ മൊബൈലിനും റേഞ്ച് കിട്ടത്തില്ല. ആ നാട്ടിൻപുറത്ത് നാരായം കൊണ്ട് ഈ പനയോലയിൽ എഴുതിയിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്നു ആ അക്ഷരമാല എഴുതിയ ഓല. എന്നിട്ട് ഈ ആശാട്ടി പിച്ചും. എങ്ങനെയാണെന്ന് അറിയാം, അതിൻ്റെ കൂർത്ത വശമുണ്ട്, അതിൻ്റെ ഈ നാരായത്തിൻ്റെ കുടഭാഗമുണ്ട്. കുടഭാഗം ചേർത്ത് നമ്മുടെ സ്കിന്നിനോട് വെച്ച് പ്രാണം പോകുന്ന വേദനയാണ്. അപ്പോൾ അവൾ അറിയാതെ പഠിച്ചു പോകും രാവിലെയിലും. എന്നിട്ട് ഈ അല്ലെങ്കിൽ ഇത് മണ്ണിലിങ്ങനെ വിരലിങ്ങനെ പിടിച്ചിട്ട് മണലിലായിരുന്നത് അമർത്തി പിടിച്ചെഴുതി. അപ്പോൾ തരിയുള്ള മണൽ കൊണ്ടെങ്കിൽ നമ്മുടെ കൈ വേദനിക്കും. കുഞ്ഞു വിരലാണ്. നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ഈ നാരായം കൊണ്ടൊക്കെ എഴുതുമ്പോൾ, നാരായം കൊണ്ട് ഓലയിൽ എഴുതുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ചെറിയ ഒരു കിരികിരാന്നൊരു ശബ്ദം കേൾക്കും. ഈ ഉണങ്ങിയ പനയോലയിൽ നാരായം പിടിച്ച് എഴുതും, കിരിന്നൊരു ശബ്ദമുണ്ട്. അത് കേൾക്കാൻ വേണ്ടി നമ്മൾ എഴുതും. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ പഠിച്ച് അക്ഷരം ഉറച്ചു പോയവരുണ്ട്. ഇന്നിപ്പോൾ ഒരു കുട്ടിയെ പിച്ചി എന്ന് പറഞ്ഞാൽ
വലിയ പ്രശ്നമാണ്. പിച്ചിന്ന് വെറുതെ ഒരു സ്കെയിൽ വെച്ച് തട്ടിയെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. പ്രശ്നമായി. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം വല്ലാതെ മാറി. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടില്ലേ, ഒരു അധ്യാപികയെ കല്യാണം കഴിക്കാൻ നമ്മൾ മറ്റേ സിനിമ പോലെ പ്രേമ സിനിമ പോലെ ചോദിച്ച് സമ്മതിച്ചില്ല, അതുകൊണ്ട് കുത്തിക്കൊന്നു. അപ്പോൾ വല്ലാത്ത വൾഗറായി മാറിയിരിക്കുന്നു. കുട്ടികളെ തല്ലി നമ്മളൊക്കെ, ഞാനൊക്കെ ഇഷ്ടംപോലെ അടി മേടിച്ചു. പിന്നെ ഞാനൊക്കെ എത്ര അടി മേടിച്ചു. നമുക്ക് പേടിയാണ്, ആ അടിയുള്ളവർ നമ്മൾ പഠിക്കുമായിരുന്നു. നമുക്ക് നമ്മളെ അടിച്ച ടീച്ചറോട്, സാറിനോട്, എല്ലാ സാറുമാരാണല്ലോ നമ്മളാണ് അന്നൊക്കെ ടീച്ചർമാരെ നമ്മൾ സാറെന്നാണ് വിളിക്കുന്നത്. ടീച്ചർ എന്നുള്ള വിളിയൊക്കെ സമീപകാലത്താണ് വന്നത്. സാറ്, റോസമ്മ സാറ്, ആനി സാറെന്താ പറയുന്നത്. അപ്പോൾ ഈ സാറുമാരെ നമുക്ക് ദേഷ്യമൊന്നുമില്ല, അവർ തല്ലും. അത് കഴിയുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും. വൈകുന്നേരം പോകുമ്പോൾ ഐസ്ക്രീം മേടിച്ചു. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് കൊട്ടാരക്കരയിലെ ടീച്ചറാണ്, മഞ്ജു ടീച്ചർ എന്നോട് പറഞ്ഞു. മഞ്ജു ടീച്ചർ അത് കഴിഞ്ഞിട്ട് മഞ്ജു ടീച്ചർ ഒരു പ്രൈമറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യു പി സ്കൂളിൽ ടീച്ചറുടെ കുട്ടികളുടെ കാര്യത്തിൽ പോയതാണ്. അപ്പോൾ ടീച്ചർ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. 2 കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഐസ്ക്രീം മേടിച്ചാന്ന് പറഞ്ഞു. ആ 2 പേർക്ക് ടീച്ചർ ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞു. ഉടനെ ഒരു 8-10 പിള്ളേർ ഇങ്ങനെ വന്നിട്ട് ആ കടയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം ടീച്ചർ കാശ് കൊടുത്തോളൂ. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് ആ ടീച്ചറെ കാണുമ്പോൾ അവരുടെ സ്നേഹം അങ്ങനെയാണ്. അവർക്ക് സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ ടീച്ചറാണ്, ഞങ്ങളുടെ ടീച്ചർ കാശ് തന്നോളും എന്ന് പറയാം. അതൊരു സ്നേഹമാണ്. അതൊരു ദൃഢബന്ധമാണ്. പക്ഷേ ഇപ്പോൾ ആ ദൃഢബന്ധമൊന്നുമില്ല, അപൂർവം ചില സ്ഥലങ്ങളിൽ. അതിപ്പോൾ ഒരു നാട്ടിൻപുറത്തെ സ്കൂളായതുകൊണ്ടാണ് ഈ ടീച്ചറിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ മഞ്ജു ടീച്ചറിനെ പോലെ ഭാഗ്യം സിദ്ധിക്കുന്ന ടീച്ചർമാരൊക്കെ കുറവായിരിക്കാം. അപ്പോൾ ഇത് ഒരു വലിയ, എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ കാലം ചങ്ങനാശ്ശേരി പോയി പഠിച്ചു സ്കൂളിൽ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു വർഗീസ് എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. സാറിന് ഞാൻ ഇല്ലൻ്റ് പിടിച്ച് കത്തയച്ചു. സാർ എനിക്ക് മറുപടി ചോദിച്ചു. ഭയങ്കര ത്രില്ലായിപ്പോയി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകരെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ടീച്ചറെ ഓർക്കുന്നു, ആശാട്ടിയെ ഓർക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക്കാണ്. നമ്മളിങ്ങനെയൊക്കെ പഠിച്ചു വന്നവർ ആളുകൾക്ക് ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറിയതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതല്ല, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ, അത് വല്ലാണ്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ KTU എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫലം, റിസൾട്ടിൻ്റെ ഫലം KTUവിന് എന്തുകൊണ്ട് വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നില്ല? അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അറിയും. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിൽ വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എസൻജിസ്റ്റ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഒന്നും നമുക്ക് പറയണം അല്ലേ, അതിലൊന്നാണ്. ഇപ്പോൾ എസൻജിസ്റ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഈ അമിതാവേശം കാണിച്ച് എല്ലാത്തിനെയും കച്ചവട കണ്ടോടെ കണ്ട് പണം വാരുക എന്ന ലക്ഷ്യത്തോടെ മാതാപിതാക്കളും സ്ഥാപനങ്ങളും ആരംഭിച്ച ഒരു സംവിധാനത്തിൽ ഒരു എസൻജിസ്റ്റ് പോലെയുള്ള, ഞാൻ ചോദിക്കട്ടെ, എസൻജിസ്റ്റ് ആവട്ടെ ഏത് സ്ഥാപനമാവട്ടെ, സ്വാശ്രയ കച്ചവടം എന്നല്ലേ പറയേണ്ടത്. സ്വാശ്രയ കച്ചവടം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത് ലാഭം ഉണ്ടാക്കാനാണ്. TMA കേസിൽ വിദ്യാഭ്യാസം കച്ചവടം റൈറ്റ് ടു ബിസിനസ്സിൻ്റെ കാറ്റഗറിയിൽ വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. 19(1)G ആർട്ടിക്കിൾ 19(1)G വരും വിദ്യാഭ്യാസം നടത്താനുള്ള അവകാശം. ബിസിനസ്സാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. TMA കേസിൽ 19(1)Gയുടെ പെർവ്യൂവിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കച്ചവടം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാശ്രയ കോളേജ് അനുവദിച്ച് കിട്ടാൻ എത്ര പേരെ കാണേണ്ട പോലെ കണ്ടിട്ടുണ്ടാവും? അതെ, കാരണം നിങ്ങളെന്തായാലും ലാഭം ഉണ്ടാക്കാനല്ലേ, നാട്ടുകാരെ പഠിപ്പിച്ച് മോക്ഷം കിട്ടാനല്ലോ ലക്ഷക്കണക്കിന് ഫീസ് മേടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഓരോ പേപ്പർ ശരിയാക്കാനും എവിടെയൊക്കെ പണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസം വല്ലാതെ കച്ചവടമാക്കി. നമ്മുടെ നാട്ടിൽ സ്വാശ്രയ സമരത്തിനെതിരെ വലിയ വിദ്യാർത്ഥി സമരം നടന്നു. ഞാൻ ഓർക്കുന്നത് പ്രീ ഡിഗ്രി വിരുദ്ധ സ്വകാര്യ പോളിടെക്നിക്കെതിരെ കേരളത്തിൽ SFI സമരം നടത്തി. പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം നടത്തി. പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് വേർപെടുത്തുന്നതിനെതിരെയായിരുന്നു സമരം. ഇപ്പോൾ വേർപെടുത്തിയല്ലോ. ഇടതുപക്ഷ കാലത്ത് തന്നെ വേർപെടുത്തി. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തന്നെ പ്രീ ഡിഗ്രി പോളിടെക്നിക് സ്വകാര്യവൽക്കരണം നടന്നു. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തന്നെ സ്വാശ്രയ കോളേജിനെതിരെ വലിയ സമരം നടന്നു. മെഡിക്കൽ കോളേജ് കൂത്തുപറമ്പ് വെടിയപ്പം അങ്ങനെയുണ്ട്. പുഷ്പനെ അറിയാമോ എന്ന് പാടിയ പുഷ്പൻ ഇപ്പോൾ പോയി. എന്തിനാണ് പുഷ്പൻ വെടിയേറ്റ് കൊണ്ടുവന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ സമരം ചെയ്യുക? അപ്പോഴും പിണറായി വിജയൻ്റെ മകൾ എവിടെയാണ് പഠിച്ചതെന്നും കൂടി ആർക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയൊരു ആഭാസ പ്രവർത്തനമായി മാറ്റിയതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് മാഞ്ഞാലി കോളേജ്. ഏതായാലും മാഞ്ഞാലി SN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു മാനേജ്മെൻറ്റ് ആരംഭിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അത് വലിയ പ്രതിസന്ധിയിലാണ്. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ആശങ്ക വലുതാണ്. ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കോളേജ് കൈമാറിയാൽ തുടർന്ന് വരുന്ന മാനേജ്മെൻറ്റ് നടത്താൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ്. ഏതായാലും കേരളം വലിയ ആഘോഷപൂർവ്വം നടത്തിയ വിദ്യാഭ്യാസ കച്ചവടത്തിലെ
ഒരു ദുരന്ത കഥാപാത്രമായി മാഞ്ഞാലി എസഞ്ചിസ്റ്റ് മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.